തിരുമേനി, അവിടുന്ന് എന്നോട് ക്ഷമിക്കണം. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങയെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ശിക്ഷയാണ് ഞാനും എൻ്റെ മകനും ഒന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയ്ത തെറ്റുകളെല്ലാം പുറത്ത് അങ്ങനെക്ക് മാപ്പ് നൽകണം. ഓർക്കാനും മറക്കാനും ഞാൻ ആരുമല്ല. അങ്ങയുടെ കർമ്മങ്ങളിൽ കുറ്റബോധമുണ്ടെങ്കിൽ ഭഗവാനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊള്ളുക. എല്ലാ തീരുമാനങ്ങളും ഈശ്വരൻ്റേതാണ്. ശാസനയും ശിക്ഷയും രക്ഷയും സാക്ഷാൽ ശ്രീധർമ്മശാസ്താവ് തന്നെ. നന്നായി പ്രാർത്ഥിക്കൂ. തെറ്റുകൾ പുറത്ത് കുളത്തൂപ്പുഴ അപ്പൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാനെ, കുളത്തപ്പുഴയപ്പ, അറിയാതെ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തമായി കല്ലിൽ തീർത്ത മത്സ്യത്തിന്റെ ഈ രൂപം ഞാൻ വഴിപാടായി സമർപ്പിക്കുന്നു. ഇത് സ്വീകരിച്ച് അടികളെ രക്ഷിക്കണേ ഈശ്വര. അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യുക. പാപപരിഹാരമായി വിലപിടിപ്പുള്ള വഴിപാടുകൾ സമർപ്പിക്കുക. ഇത്തരം പ്രവൃത്തിയാൽ ഈശ്വരനെ വിലക്കെടുക്കാമെന്നോ പണം കൊടുത്ത് പുണ്യം നേടാമെന്നോ ചിന്തയുണ്ടെങ്കിൽ അത് തെറ്റ്. ഈശ്വരന് സമർപ്പിക്കേണ്ടത് നിങ്ങളുടെ നിർമ്മലമായ മനസ്സാണ്. യഥാർത്ഥ ഭക്തിയോടെ ഈശ്വരന് സമർപ്പിക്കുന്ന ഒരു പൂവോ ഫലമോ ജലമോ ആണ് ഉത്തമമായ വഴിപാട്. പൊന്നും പണവും രത്നങ്ങളുമെല്ലാം മൂഢനായ മനുഷ്യന്റെ കണ്ണിൽ മാത്രമാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ. മറ്റുള്ള ജീവജാലങ്ങൾക്ക് അന്നുള്ള അന്നവും പാർപ്പിടവും മാത്രമാണ് പ്രധാനം. ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും, എല്ലാ ജന്തു ജീവജാലങ്ങളും, മനുഷ്യനും ഈശ്വരൻ ഒരുപോലെയാണ്. പരബ്രഹ്മത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളും പഞ്ചീകരണത്താൽ പ്രപഞ്ചവും സൃഷ്ടമായിരിക്കുന്നു. പ്രാണന്റെ സ്പന്ദനം ജീവനാകുമ്പോൾ ജീവജാലങ്ങൾ പിറക്കുന്നു. കോടാനുകൂടി ജീവജന്തുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം മർത്യജന്മമാണ്. എന്നാൽ മൂഢാത്മാക്കൾ ഈശ്വര സാക്ഷാത്കാരത്തിനായി ലഭിച്ച മർത്യജന്മം ആശകളാലും അഹങ്കാരത്താലും പാഴ്ജന്മമായി അവസാനിപ്പിക്കുന്നു. ആഹാ, എത്ര അർത്ഥവത്തായ മഹത്വചനങ്ങൾ! അങ്ങയെപ്പോലുള്ള സന്യാസി വര്യന്മാരാണ് ഒരു നാടിൻ്റെ ഉയർച്ചയ്ക്കും കീർത്തിക്കും അനിവാര്യം. ജനിച്ച നാൾ തൊട്ട് ഇന്നുവരെ ആഡംബരങ്ങളുടെ ലോകത്ത് എല്ലാം മറന്ന് അഹങ്കാരിയായി ജീവിച്ചു. അതിന്റെ ഫലമാ ഞാനിന്ന് അനുഭവിക്കുന്നത്. വാക്കും നോക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം കർമ്മമാണ്. കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചേ തീരും. എല്ലാ തെറ്റുകൾക്കും പ്രായശ്ചിത്തമുണ്ട്. മനസ്സാണ് പ്രധാനം. ശുദ്ധമായ മനസ്സ് ഈശ്വരന്റെ ഇരിപ്പിടമാണ്. കർമ്മങ്ങൾ ഈശ്വരനുള്ള വഴിപാടുകളായി അനുഷ്ഠിക്കൂ. ഇന്നു മുതൽ എൻ്റെ ചിന്തകളും പ്രവൃത്തികളുമെല്ലാം ഈശ്വരാർപ്പിതമായിരിക്കും. ഒരു നാടുവാഴിയുടെ കടമകൾ സത്യസന്ധമായി നിറവേറ്റും. അഹങ്കാരത്താൽ അന്ധനായിരുന്ന എനിക്ക് അറിവിന്റെ വെളിച്ചം തന്നത് അങ്ങയുടെ വാക്കുകളാണ്. പുണ്യാത്മാവേ, ഒരു നാടുവാഴിയുടെ കർമ്മകർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ട ഉപദേശങ്ങൾ നൽകിയാലും. ബ്രഹ്മദേവനാൽ രചിതമായ വേദങ്ങളും ശാസ്ത്രപുരാണങ്ങളും ഓരോ ജീവജാലങ്ങളുടെയും കർമ്മങ്ങളും കർത്തവ്യങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നു. വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിത്യം പാരായണം ചെയ്യുക. അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട അറിവുകൾ തീർച്ചയായും ലഭിക്കുന്നതാണ്. ശാസ്ത്ര സംരക്ഷണത്തിനാണ് വിശ്വാസങ്ങളും ആചാരങ്ങളും സൃഷ്ടമായിരിക്കുന്നത്. സമൂഹത്തിന്റെ നന്മയ്ക്കും നിലനിൽപ്പിനും വേണ്ടി അത് സംരക്ഷിക്കേണ്ടത് ഒരു നാടുവാഴിയുടെ കടമയാണ്.
ആചാരങ്ങൾ ലംഘിക്കാനുള്ളതല്ല, പരിപാലിക്കപ്പെടാനുള്ളതാണ്. വിശ്വാസങ്ങളും ആചാരങ്ങളും ഇല്ലാതായാൽ അരാജകത്വം ആ നാട്ടിൽ നടമാടും, രാജ്യം നശിക്കും. നാട് വാഴുന്നവർ ഇത് തിരിച്ചറിയാതെ പോകരുത്. സ്വന്തം താൽപ്പര്യങ്ങൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാതെ ജനഹിതമനുസരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ഭരണം നടത്തേണ്ടത് പ്രജകൾക്ക് വേണ്ടിയാണ്. അവരെ ഒരിക്കലും അടിമകളായി കാണരുത്. എനിക്കെല്ലാം ബോധ്യമായി. ഇനിയൊരു മനുഷ്യനായി, നല്ലൊരു പ്രജാതൽപര സേവകനായി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ശേഷിച്ച കാലം ഭഗവാനെ പൂജിച്ച് ജീവിച്ചുകൊള്ളാം. നല്ലത്. മനമുരുകി പ്രാർത്ഥിച്ചോളൂ. പുണ്യാത്മാവേ, അങ്ങ് എവിടുന്നോ വന്നെന്നോ ആരാണെന്നോ അടിയനറിയില്ല. എങ്കിലും എന്റെ മനസ്സിലെ അന്ധതയകറ്റി അറിവ് പകർന്ന അങ്ങയ്ക്ക് സാഷ്ടാംഗ പ്രണാമം. ഭഗവാനേ, ഭഗവാനേ, ധർമ്മശാസ്താവേ, വ്രണങ്ങൾക്ക് മാറി അങ്ങ് തന്നെയാണോ സന്യാസ രൂപത്തിൽ വന്നത്? ഈ ജന്മം സഫലമായി അനുഗ്രഹിക്കണേ ഭഗവാനെ. അങ്ങ് എനിക്ക് സമർപ്പിക്കാനായി കൊണ്ടുവന്ന മത്സ്യരൂപം അങ്ങയുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് നാം സ്വീകരിക്കുന്നു. ഇത് നമ്മുടെ നേത്രങ്ങൾ പതിക്കും വിധം ക്ഷേത്രത്തിന് മുന്നിൽ കിഴക്ക് ഭാഗത്ത് സ്ഥാപിക്കുക. ഇതിലൂടെ ജനങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളുടെ ശ്രേഷ്ഠത എന്നും തിരിച്ചറിയട്ടെ. മംഗളം ഭവന്തു. ഭഗവാനെ, 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 കുളത്തുപുഴയപ്പ, ധർമ്മശാസ്താവേ, സകല തെറ്റുകളും പുറത്ത് അനുഗ്രഹിക്കണേ കുളത്തുപുഴയപ്പ ഭഗവാനെ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. അപ്പോൾ പരശുരാമൻ പ്രതിഷ്ഠിച്ച ശാസ്താക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട 5 ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് നാം പറയുന്നത്. അതിൽ കുളത്തൂപ്പുഴ ബാലശാസ്താവിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ആര്യങ്കാവ് ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആര്യങ്കാവ് ക്ഷേത്രത്തിലെ ശാസ്താവ് ഏതു ഭാവത്തിലുള്ള ശാസ്താവാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? കൗമാരഭാവം. ആ, ആര്യങ്കാവിന് ആ പേര് വന്നത് എങ്ങനെയാണെന്നറിയാമോ? 1000 കാവുകളുടെ നാഥനായ ശാസ്താവ് വസിക്കുന്ന സ്ഥലമായതുകൊണ്ടും ശാസ്താവ് ആര്യനായതുകൊണ്ടും. ആര്യനെന്ന് വെച്ചാൽ എന്താ? ശ്രേഷ്ഠൻ.
ഇതിലാരെങ്കിലും ആര്യങ്കാവിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട് ഗുരുജി. എന്നാ പറയൂ, ഏത് രൂപത്തിലാണ് അവിടുത്തെ പ്രതിഷ്ഠ? അറിയില്ല അല്ലേ? എന്നാ കേട്ടോളൂ. അവിടുത്തെ ശാസ്താവിനെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീകോവിലിൻ്റെ നടയിൽ നിന്നും അല്പം തെക്കുമാറി കിഴക്ക് ദർശനമായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. കുറ്റാലത്ത് കുടികൊള്ളുന്ന സാക്ഷാൽ പരമശിവനെ ശാസ്താവിന് നിത്യവും ദർശിക്കാൻ വേണ്ടിയാണ്. അവിടെ ശാസ്താവ് ഇരിക്കുന്നത് മദമിളകിയ ആനയുടെ പുറത്ത് ഇടതുകാൽ മുകളിലേക്ക് മടക്കി വലതുകാൽ താഴേക്ക് നീട്ടിയുമാണ്. ശബരിമല പോലെ തന്നെ ആര്യങ്കാവിലും 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല. അവിടെ ധനുമാസത്തിൽ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന തിരുക്കല്യാണമാണ് ഇവിടുത്തെ പ്രത്യേകത. തിരുക്കല്യാണമോ? അതെന്താണ് ഗുരുജി? അതിൻ്റെ പിന്നിൽ ഒരൈതിഹ്യമുണ്ട്. അങ്ങ് പരദേശത്ത് ശേഷാദ്രി അയ്യർ എന്ന ഒരു പട്ടുവസ്ത്ര വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് കേരളദേശത്തിലെ കൊട്ടാരങ്ങളിലേക്കും മറ്റും പട്ടുവസ്ത്രങ്ങൾ എത്തിച്ചിരുന്നത്. മുത്തു, എന്താ അങ്ങുന്നേ? ഇഴയകലുന്നു, കുറച്ചുകൂടെ അടുക്കട്ടെ. ആ ശരി അങ്ങുന്നേ. നടരാജ, എന്താ അങ്ങനെ? കൊണ്ടുപോകാനുള്ള വസ്ത്രങ്ങളൊക്കെ അടുക്കി വെച്ചോ? വെച്ചു. മഹാരാജാവ് തിരുമനസിന്റെയും റാണിയുടെയും ഉടയാടകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പൊന്നിച്ചാമ്മിയും കൂട്ടരും കൊണ്ടുപോയല്ലോ. അങ്ങനെ ചെയ്യാൻ തോന്നിയത് ഏതായാലും നന്നായി. ആ ഷൺമുഖ, എന്താ അങ്ങുന്നേ? തെലുങ്ക് ദേശത്തേക്കുള്ള വസ്ത്രങ്ങളെല്ലാം ഈ ആഴ്ച തന്നെ നീ കൊണ്ടുപോയി നൽകണം. എന്നിട്ട് അവിടുന്ന് തരുന്ന പണം ഈ നടരാജനെ ഏൽപ്പിക്കണം. ശരി അങ്ങുന്നേ. പുലർച്ചെ തന്നെ മലയാദേശത്തേക്ക് യാത്ര തിരിക്കണം. തിരുവുത്സവത്തിന് കൊട്ടാരത്തിലെ എല്ലാവർക്കും കോടി വസ്ത്രങ്ങൾ കൊടുക്കാൻ തിരുമനസ് കൽപ്പിച്ചത് നമുക്കേതായാലും ഭാഗ്യമായി. രാപ്പകൽ അധ്വാനിക്കേണ്ടി വന്നെങ്കിൽ എന്താ, എല്ലാം കൃത്യസമയത്ത് പൂർത്തിയാക്കാനായല്ലോ. ഞാൻ തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക തീർച്ചയായും നൽകുന്നതായിരിക്കും. മലയദേശത്തേക്ക് പോകുമ്പോ വസ്ത്രം ചുമക്കാൻ അങ്ങന്നേന്റെ കൂടെ ഞാനും വന്നോട്ടെ? വേണ്ട ഷൺമുഖ, കുറച്ചല്ലേ ഉള്ളൂ, ഞാൻ കൊണ്ടുപോയിക്കോളാം. നിന്നെ ഏൽപ്പിച്ച ജോലികൾ കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. ശരി അങ്ങുന്നേ, അതെല്ലാം ഞാൻ കൃത്യമായി ചെയ്തോളാം. ഷൺമുഖന് മലയദേശം കാണാൻ മോഹമുണ്ടെന്ന് തോന്നുന്നു. ആണോ ഷൺമുഖ? എന്നാ അടുത്ത തവണ പൊന്നിച്ചാമിക്കൊപ്പം ഷൺമുഖനും പോയിക്കോളൂ. ഓ, സന്തോഷായില്ലേ? ആയേ. ആ, കാണാത്ത നാടുകൾ കാണാൻ എല്ലാവർക്കും മോഹമുണ്ടാവും. അതാണ് നമ്മുടെ മകൾ പുഷ്കലയും മലയദേശത്തേക്ക് വരാൻ വാശി പിടിക്കുന്നത്. പുഷ്കല കുഞ്ഞും വരുന്നു. ഒന്നും തീരുമാനിച്ചില്ല, വരണമെന്നുള്ള വാശിയിലാണവൾ. ഇത്രയും യാത്രയില്ലേ, അതാ കൊണ്ടുപോവാൻ മടി. അവളെ വിഷമിപ്പിക്കാനും വയ്യ. പുഷ്കലയുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. ഞാനീ സമ്പാദിക്കുന്നതെല്ലാം അവൾക്ക് വേണ്ടിയല്ലേ. അവളുടെ വിവാഹം ആർഭാടമായിട്ട് നടത്തണം, അതാ എൻ്റെ സ്വപ്നം. അതൊക്കെ അങ്ങ് തടസ്സമില്ലാതെ നടക്കും അങ്ങുന്നേ. മഹാരാജാവ് തിരുമനസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ അങ്ങുന്ന്. അങ്ങ് നെയ്ത വസ്ത്രങ്ങളല്ലേ തിരുമനസ് ധരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ പുഷ്കല കുഞ്ഞിന്റെ വിവാഹം ഒരു രാജകുമാരിയെ പോലെ നടത്താൻ വേണ്ടതെല്ലാം മഹാരാജാവ് തിരുമനസ് അവിടെ നിന്ന് നൽകും. ആ, നമുക്കെല്ലാം കൊതിക്കാനല്ലേ പറ്റൂ. വിധിക്കുന്നത് ഭഗവാനല്ലേ. എല്ലാം അവിടുത്തെ ഇച്ഛ പോലെ നടക്കട്ടെ. കാല് വേദനിച്ചിട്ട് വയ്യ. ഇനി ഒരുപാട് ദൂരം ഉണ്ടോ? ആദ്യ വഴി പോലും പിന്നിട്ടിട്ടില്ല. ഇപ്പോഴേ വയ്യാതായ എങ്ങനെ അനന്തപുരിയിൽ എത്തും? അത്ര ദൂരം എത്തുമ്പോഴേക്കും എന്റെ കാലൊടിഞ്ഞു നുറുങ്ങുമെന്നാ തോന്നുന്നേ. അടുക്കളയും വീടിന്റെ മുറ്റവും താണ്ടാത്തവര് ഇത്ര ദൂരം നടന്നാ കാല് വേദനിക്കും. അതുകൊണ്ടാ വരണ്ടാന്ന് ഞാൻ പറഞ്ഞത്. വരണമെന്നുള്ളത് പുഷ്കലയുടെ നിർബന്ധമല്ലേ, എന്റെ അല്ലല്ലോ. തർക്കം വേണ്ട. ഇനി തർക്കിച്ചു നിന്ന് സമയം കളഞ്ഞാലേ രാത്രി ആയാലും അങ്ങടെ അനന്തപുരിയിൽ എത്തില്ല.
തിന്മ ചെയ്യുന്നവന് കിട്ടുന്ന പ്രതിഫലം അതിലും വലിയ തിന്മയായിരിക്കും. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരചന്ദ്ര